നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. അധികം ആളുകൾക്കും അറിയാത്ത, എന്നാൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ന്യൂസ് ചാനലിൻ്റെ വീഡിയോ ആണ്. ഈ വീഡിയോ എനിക്ക് യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്യുന്നതിന് പകരം എനിക്ക് വാട്സപ്പിലേക്ക് കൊണ്ടുപോകാം, എനിക്ക് ഫേസ്ബുക്കിലേക്ക് കൊണ്ടുപോകാം, എനിക്ക് മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഞാനിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിനകത്ത്, എനിക്കിനി വാട്സപ്പിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീനിൽ ഇതാ യൂട്യൂബ് പ്ലേ ആയത് കാണാൻ സാധിക്കും. നമ്മൾ യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്, ഇത് കാണാൻ സാധിക്കും. യൂട്യൂബിൽ നിന്ന് പുറത്ത് പോയിട്ടും യൂട്യൂബിലെ വീഡിയോ ഇതാ ഇപ്പോൾ ഇവിടെ പ്ലേ ആകുന്നുണ്ട്. ഇനി നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പിൽ നമ്മൾ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുകയാണെങ്കിലും വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് യൂട്യൂബിലെ വീഡിയോ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ കോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും നിങ്ങൾ വാച്ച് ചെയ്യണം, അതിനകത്തൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലെ വീഡിയോ ഇതുപോലെ പ്ലേ ചെയ്യാൻ സാധിക്കും. അതായത് സാധാരണ നമ്മൾ നേരത്തെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ നമ്മൾ വീഡിയോ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ ക്ലോസ് ആകും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. യൂട്യൂബിനകത്ത് നമുക്ക് ഇത്തരത്തിൽ ഏത് പ്ലാറ്റ്ഫോമിലേക്ക്, നമ്മുടെ ഫോണിൻ്റെ ഏത് പ്ലാറ്റ്ഫോമിലേക്ക് പോയാലും യൂട്യൂബിലെ വീഡിയോ ഇതുപോലെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അതായത് യൂട്യൂബിനകത്തുള്ള വീഡിയോ നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് യൂട്യൂബിലെ വീഡിയോ കാണാൻ സാധിക്കും. അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ഒന്ന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. യൂട്യൂബിൻ്റെ ഈ ഐക്കണിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഇതുപോലെ പോപ്പപ്പ് കാണും. ഇവിടെ ഐ ബട്ടൺ കാണും. ഈ കാണുന്ന ഐ ബട്ടൺ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില ഫോണിനകത്ത് ഇത് ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇനി നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ യൂട്യൂബിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, അതിൽ ആപ്സ് എടുക്കുക അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെൻറ്റ് എടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്തുള്ള മുഴുവൻ ആപ്പുകളും കാണും. അതിൽ നിന്ന് യൂട്യൂബ് തിരഞ്ഞു പിടിച്ച് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന പിക്ചർ ഇൻ പിക്ചർ മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പിക്ചർ ഇൻ പിക്ചർ മോഡ് എന്നുള്ളത് ഇത് നമ്മൾ ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഓൾറെഡി ഇത് ഓഫായിരിക്കും കാണാൻ സാധിക്കുക. ഇത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് കൂടെ നമ്മൾ ചെയ്യണം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിനായിട്ട് താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഈ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് കൊടുക്കുക. പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ നമ്മുടെ സെറ്റിങ്സ് കാണും. ഈ കാണുന്ന സെറ്റിങ്സ്, അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ പ്ലേ ബാക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. പിക്ചർ ഇൻ പിക്ചർ എന്നുള്ള മറ്റൊരു ഓപ്ഷൻ കൂടെ ഇവിടെ കാണാം. നേരത്തെ നമ്മൾ പിക്ചർ ഇൻ പിക്ചർ എന്നുള്ള ആ ഒരു മോഡ് നമ്മൾ എനേബിൾ ചെയ്തു. ഇനി യൂട്യൂബിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും കാണാം പിക്ചർ ഇൻ പിക്ചർ എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് ഓഫായിരിക്കും. ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓർക്കുക, നമ്മൾ ആദ്യത്തെ സെറ്റിങ്സ് ഓൺ ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ ഈ സെറ്റിങ്സ് നമുക്ക് ഇവിടെ എനേബിൾ ആയിട്ട് വരിക. അപ്പോൾ അത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ രണ്ട് പിക്ചർ ഇൻ പിക്ചർ മോഡ് നമ്മൾ ഓൺ ചെയ്ത ശേഷം നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിൽ വീഡിയോ പ്ലേ ആകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ആ വീഡിയോ പോയിട്ടില്ല, ഇവിടെ കാണാൻ സാധിക്കും. വീണ്ടും ഞാൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ യൂട്യൂബിൻ്റെ ആ വീഡിയോ ഇതാ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാം, വാട്സപ്പ് ഉപയോഗിക്കാം, മറ്റേത് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം. പക്ഷേ യൂട്യൂബിലെ വീഡിയോ ഇവിടെ ഇങ്ങനെ പ്ലേ ആകുകയും ചെയ്യും. ഇത് ഈ ഒരു സ്ക്രീൻ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാം. യൂട്യൂബിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെക്കാം, ഏറ്റവും താഴെ ഭാഗത്തേക്ക് വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്കൊക്കെ മാറ്റി വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെ വെച്ച് ഇങ്ങനെ വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇത് ആവശ്യം കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് താഴെ ഭാഗത്തേക്ക് കൊടുത്താൽ ഇവിടെ കാണാൻ ഒരു ഇൻറ്റു ബട്ടൺ. ഈ ഇൻറ്റു ബട്ടണിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ഇതങ്ങ് ഡിലീറ്റ് ആയി പോകും. ഇനി ഈ വീഡിയോ നമ്മുടെ യൂട്യൂബിലേക്ക് തന്നെ ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചെറിയ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ മധ്യഭാഗത്തൊരു സ്ക്വയറിൻ്റെ ചിഹ്നം കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ യൂട്യൂബിലേക്ക് പോകും. യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ വീണ്ടും കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ച് നോക്കുക. യൂട്യൂബിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണത്. പലപ്പോഴും നമുക്കൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ യൂട്യൂബിൽ എന്തെങ്കിലും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്ലേ ആകുകയും ചെയ്യും. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.